ഹലോ ഗൈസ്, വെൽക്കം ടു കീം PYQ സോൾവിങ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. ഓക്കെ, സോ സ്കൂൾ പഠിപ്പിക്കുന്ന പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമല്ല, നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. കോസ് ഇൻവേഴ്സ് കോസ് ഓഫ് 7π/4 ആൻസറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനെ നമുക്ക് അറിയാവുന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. 7π/4 വാല്യൂ ഒന്നും നമുക്കറിയത്തില്ല. സോ ആക്ച്വലി ഇതിനെ നമുക്ക് 2π - π/4 എന്ന് എഴുതിക്കൂടെ? അതിൽ ഈ π/4 വാല്യൂ നമുക്കറിയാമല്ലോ, അതായത് കോസ് π/4 എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന രീതിയിലോട്ടൊക്കെ മാറ്റാൻ ശ്രമിക്കണം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് 7π/4 എഴുതാമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 അല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കോസ് ഇൻവേഴ്സ് കോസ് ഓഫ് 2π - π/4. ഓക്കെ, ആൻഡ് കോസ് 2π - തീറ്റ കോസ് 2π - തീറ്റ. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയോ? ഇത് 0, ഇത് π/2, ഇത് π, ഇത് -π/2, ഇത് 2π. ഓക്കെ, സോ കോസ് 2π - π/4 എന്ന് പറയുമ്പം 4th ക്വാഡ്രൻറ്റിലായിരിക്കും വരുന്നത്. സോ ഇവിടെ ഓൾ പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ സൈൻ കോസ് ടാൻ എല്ലാം പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ. തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ ആണ് പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രൻറ്റ് കോസ് ആണ് പോസിറ്റീവ്. ഓക്കെ, സോ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ 11th പഠിച്ച. സോ ഫോർത്ത് ക്വാഡ്രൻറ്റ് കോസ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ സാധനം ഫോർത്ത് ഇവിടെ അല്ല വരുന്നത്. 2π - π/4 എന്ന് പറയുമ്പം ഇവിടെ വരും ഇല്ലേ, ആംഗിൾ ഇവിടെ വരും. സോ നമുക്കിതിനെ കോസ് ഇൻവേഴ്സ് കോസ് π/4 എന്ന് എഴുതിക്കൂടെ? ആൻഡ് ദി ആൻസർ ഈസ് π/4. കോസും വെട്ടിപ്പോയിട്ട് π/4 ആൻസർ കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ അവർ ഓപ്ഷൻ. ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് tan ഇൻവേഴ്സ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് 2/5. ഓക്കെ, സോ ഇങ്ങനെ ടാനിൻ്റെ ടേംസിലും ഇങ്ങനെ ആഡ് ചെയ്യാനൊക്കെ ചോദിക്കും. ടാൻ സൈൻ കോസ് എന്ത് സംഭവം ഇങ്ങനെ ആഡ് ചെയ്യാൻ ചോദിക്കുമ്പം, ഇൻവേഴ്സിൽ ആഡ് ചെയ്യാൻ ചോദിക്കുമ്പം നമ്മൾ ഉപയോഗിക്കേണ്ട one സിംഗിൾ ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy. സോ ഇവിടെ മൈനസ് ആണെങ്കിൽ മുകളിൽ മൈനസും താഴെ പ്ലസ്സും ആയിരിക്കും. ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് മുകളിൽ പ്ലസ്സും താഴെ മൈനസും ആക്കി. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വേണം എല്ലാ പ്ലസ്സും എല്ലാ അഡീഷൻ സബ്ട്രാക്ഷൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ. അതായത് ഏതായിക്കോട്ടെ, സൈനോ കോസോ ആയിക്കോട്ടെ, നമ്മൾ അതിനെല്ലാം ആദ്യം ടാൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആൻസർ വരുന്നത് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് 2/5 ഡിവൈഡഡ് ബൈ 1 - 1/5 ആൻഡ് ദാറ്റ് ഈസ് ഇത് 4/5 അടി വരും. മുകളിൽ 5 + 4/10 9/10 divided by 4/5, so 9/8. So we will get the answer as tan inverse 9/8. tan inverse 9/8 is the correct answer guys. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. ആക്ച്വലി ഇത് നല്ല വൃത്തിക്ക് എഴുതുവാണെങ്കിൽ ആൻസർ കിട്ടുന്നത് tan inverse 9/8 ഇങ്ങനെ ആയിരിക്കും ആൻസർ ഓപ്ഷനിൽ കാണും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഗൈസ്, തേർഡ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് വെരി സിമ്പിൾ പ്രോബ്ലം. ഇത് ജസ്റ്റ് നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂസ് ഒക്കെ ഇട്ട് ചെയ്യുന്നതാണ്. tan ഇൻവേഴ്സ് √3 എന്ന് പറയുന്നത് നമ്മുടെ π/3 ആണ്. tan 60 അല്ല √3. ദെൻ സീക്ക് ഇൻവേഴ്സ് 2/√3 എന്ന് പറയുന്നത് എന്താ? സീക്ക് ഇൻവേഴ്സ് 2/√3, അതായത് കോസ് √3/2, കോസ് ഇൻവേഴ്സ് √3/2. കോസ് ഇൻവേഴ്സ് √3/2 എന്ന് പറയുന്നത് π/6 അല്ലേ? കോസ് 30 അല്ലേ √3/2? കോസ് 30 √3/2 π/6 -π/6 നമുക്ക് ആൻസർ കിട്ടുന്നത് π/6. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ വാസ് വെരി സിമ്പിൾ. നെക്സ്റ്റ് ഗൈസ്, വെൽക്കം ടു തേർഡ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനെ പോലെ തന്നെ സെയിം ആണ്, പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ചെറിയ ട്വിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. 7π/6 നമുക്ക് എങ്ങനെ എഴുതാം? π + π/6 എന്നല്ലേ എഴുതാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് കോസ്
പൈ പ്ലസ് പൈ ബൈ 6. നൗ പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറയുന്നത് 0 പൈ ബൈ 2, ഇവിടെ പൈ ബൈ 2, ഇവിടെ പൈ വരും. പൈ പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ തേർഡ് ക്വാഡ്രൻറ്റിൽ, അവിടെ എന്താ കോസ് നെഗറ്റീവാണ്. അപ്പോൾ കോസ് നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന കോസ് ഇൻവേഴ്സ് മൈനസ് കോസ് പൈ ബൈ 6 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങാനും ഇവിടെ ഒരു മൈനസ് വന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോസും വെട്ടി പൈ ബൈ 6 എഴുതാൻ പറ്റത്തില്ല. പകരം നമ്മൾ ചെയ്യുന്നത് പൈ മൈനസ് പൈ ബൈ 6 എന്ന് എഴുതും. അതായത് ഇങ്ങനെ നെഗറ്റീവ് എവിടെങ്ങാനും വന്നാൽ അതിനെ പൈ കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 5 പൈ ബൈ 6. ഓക്കെ, അപ്പം ഓർത്തോണം, ഇവിടെ എപ്പോൾ നെഗറ്റീവ് വന്നാലും നമ്മളൊരു പൈ വെച്ചതിനെ മൈനസ് ചെയ്യണം. ഓക്കെ, സോ അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോസ് ഇൻവേഴ്സ് മൈനസ് കോസ് പൈ ബൈ 4 ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത് 3 പൈ ബൈ 4 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കണക്ക് പിടിച്ച് വെച്ചാൽ മതി. 3 പൈ ബൈ 4 ആയിരിക്കും. ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇത് നമ്മുടെ വലിയ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പം ഇടയ്ക്കൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുന്ന സംഭവങ്ങളാണ്. ഓക്കെ, സോ അപ്പോൾ ഓർത്തോളം മൈനസ് വരുവാണെങ്കിൽ പൈ വെച്ച് അതിനൊന്ന് മൈനസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ താഴത്തെ നമ്പറിൻ്റെ 1 മൈനസ് ചെയ്ത് മുകളിലുള്ള നമ്പർ എഴുതി വെച്ചാലും മതി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay guys, let's see at the next question. Tan of sin inverse 7 by 25. Okay, so ഇതിൽ അകത്ത് സൈനും വെളി ടാനും ആണ്. അപ്പോൾ നമ്മൾ ഈ സൈനെ എന്താക്കി മാറ്റണം? ടാനാക്കി മാറ്റണം. സോ സൈൻ സം തീറ്റ വാല്യൂ is 7 by 25. അപ്പോൾ ടാൻ തീറ്റ കണ്ടുപിടിക്കണം. ഇത് നമുക്ക് കുറേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് ട്രിഗ്നോമെട്രിയിൽ, പക്ഷേ ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് ഈ ട്രയാങ്കിൾ മെത്തേഡാണ്. ഇത് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് ഏതെങ്കിലും ഒരു ആംഗിളിൽ തീറ്റ മാർക്ക് ചെയ്താൽ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇത് 24 ആണ് പൈതഗോറസ് തിയറം വഴി. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് 7 by 24 കിട്ടും. ആൻഡ് ദിസ് ആൻസർ വിൽ ബി 7 by 24. ടാനും വെട്ടിപ്പോയി 7 by 24 എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. സോ ദിസ് ഇസ് എ ട്രിക്ക് പ്രോബ്ലം. കാരണം ഇത് കണ്ടോ, ഇത് വലിയ നമ്പറൊക്കെ തന്നിരിക്കുന്നത്. ഇത് കണ്ട് നമ്മൾ ചിലപ്പോൾ പേടിച്ചു പോകും. പക്ഷേ നോക്കിയാൽ ഇതിലത്തെ സാധനം സെയിമാണ്. ഇൻസൈഡ് സൈൻ ഇൻവേഴ്സ് ആൻഡ് കോസ് ഇൻവേഴ്സ് ഇറ്റ്സ് എ സെയിം ടേം. ആൻഡ് വി ഹാവ് എ ഫോർമുല ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. നമ്മുടെ സൈൻ സ്ക്വയർ തീറ്റ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് സൈൻ സ്ക്വയർ തീറ്റ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ആൻഡ് അപ്പോൾ നമുക്കിത് മൊത്തം പോയില്ലേ, ഇത് എക്സ് അല്ലേ, ഇതും എക്സ് അല്ലേ. സോ ദിസ് ഇസ് പൈ ബൈ 2 ആൻഡ് കോസ് പൈ ബൈ 2 ഇസ് 0. സോ സി ദിസ് വാസ് എ വെരി ട്രിക്ക് ക്വസ്റ്റ്യൻ. ഇതൊക്കെ കണ്ട ആൾക്കാർ പേടിക്കാനാണ് അവർ ഇത്ര വലിയ വാല്യൂ ഒക്കെ ഇട്ടിരിക്കുന്നത്, എന്തിനാണോ. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay guys, next question. Tan inverse x plus 2 cot inverse x equal to pi by 3. Then what is x? So നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പൈ ബൈ 2 ആണ്. ഇതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതും പൈ ബൈ 2 ആണ്. ഓക്കെ, സോ വി വിൽ ഗെറ്റ് പൈ ബൈ, സോ ആസ് ദി ആൻസർ വി വിൽ ഗെറ്റ് pi by 2 plus cot inverse x equal to pi by 3. പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് പൈ ബൈ 2, 2 pi minus 3 pi is minus pi by 6. So what is x? X will be minus root 3 അല്ലേ. എക്സിൻ്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? മൈനസ് റൂട്ട് 3 ആയിരിക്കും. ഇത് 30 ആണ്. So minus root 3 is the answer. Okay guys, let's move on to next question. Guys, next question. If cos inverse x plus cos inverse y is 2 pi by 7, then what is the sin inverse x plus sin inverse y? Okay, so to do this problem we just need a single equation, that is sin inverse x plus cos inverse x equal to pi by 2. ഈ ഇക്വേഷൻ മാത്രം മതി നമുക്കിത് ചെയ്യാൻ. സോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പം കോസ് ഇൻവേഴ്സ് എക്സിന് പകരം നമുക്ക് പൈ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ വി വിൽ ഗെറ്റ് പൈ ബൈ 2, സോറി പൈ അല്ല, പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ ബൈ 7. ഇനി നമുക്ക് സിമ്പിളായിട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈയുടെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് വിൽ ബി
pi minus 2 pi by 7, that is equal to 7 minus 2 is 5 pi by 7, and that is our answer. സി ഇത് ആക്ച്വലി ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ആക്ച്വലി കുറേ ചിന്തിച്ചിരിക്കും, പക്ഷേ സിമ്പിളായിട്ട് ഈ ഒരു ഫോർമുല ഇട്ടാൽ മതി. സോ ഈ ഒരു ഫോർമുലയും ആ ടാൻ ഇൻവേഴ്സിൻ്റെ ആ ഫോർമുലയില്ലേ, ആ അഡീഷൻ ഫോർമുല, ഈ രണ്ട് ഫോർമുലാസാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2, സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 വേരിയേഷൻസ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് പ്രോബ്ലം. ഇതെന്ന് പറയുന്നത് വെരി സിമ്പിൾ പ്രോബ്ലം ആണ്. ജസ്റ്റ് ഇതിനെടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് മറ്റേ ടാനിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. എങ്കിലും ചെയ്യുന്നു. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മൈനസ് ആണ്, സോ 7/4 മൈനസ് 2/3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 7/4 ഇൻറ്റു 2/3, 3 2 6, 6 plus 7 is 13/6, and the 21 minus 4 2s are 8/12, 13/6 to 21 minus 8 എത്ര? 13/2. We will get 1/2 and x answer will be equal to 1/2. x equal to 1/2. Calculation mistake ഇല്ലെന്ന് നോക്കണം, ബട്ട് എക്സിന് ആൻസർ 1/2 എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. So our last question, sec square tan inverse 3 plus cosec square cot inverse 2, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഈ ടാൻ അകത്തിരിക്കുന്ന സാധനത്തിന് നമുക്ക് സീക്ക് ആക്കി മാറ്റാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു. ദിസ് ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ആൻഡ് അപ്പോൾ ഇതെന്തായിരിക്കും √9 + 1 √10, ആൻഡ് ഇത് വരുന്നത് adjacent side by opposite side 4 + 1 5 √5. So this will be sec square sec inverse hypotenuse by adjacent side √3, sec square sec inverse √10 plus cosec square cosec inverse ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് √5. ഇനി ജസ്റ്റ് ഇതിനകത്തുള്ള സാധനത്തിന് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 15. കാരണം സീക്ക് ക്യാൻസലായി പോകും, കൊസീക്ക് ക്യാൻസലായി പോകും, എന്നിട്ട് ആ വാല്യൂവിന് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും 50. ഓക്കെ, സോ ഹോപ്പ് യു ക്യാൻ ഡു ദിസ് പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലെ കഴിഞ്ഞ PYQs ആണ്, കീമിലെ PYQs ആണ്. സോ ഇതുപോലത്തുള്ള സിമ്പിൾ ചോദ്യങ്ങളാണ് കീമിന് ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് സൈനാണ്. എങ്ങാനും നമ്മുടെ ഒരു സൈന് മാറിപ്പോയാൽ എല്ലാം തീർന്നു. അത് പ്രത്യേകിച്ച് കോസൊക്കെ വരുമ്പം സൈനൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദി അതർ ക്ലാസ്സസ്. താങ്ക് യു ഫോർ ജോയിനിങ്. ബൈ ബൈ.